ഹലോ അസ്സാമു അലൈക്കും. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോംബോ റെസിപ്പിയായിട്ടാണ്. ഇത് നല്ല തേങ്ങയൊക്കെ ഇട്ട ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട ഒരു മീൻ കറിയുടെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ കറിയുടെ പണി അങ്ങ് തീർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 4 കുടംപുളി എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ ഈ ഒരു മീൻ കറി നമ്മൾ ചൂരമീൻ കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. 3/4 കിലോ ചൂരമീനാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി, അതുപോലെ 3 പച്ചമുളക്, ഇഞ്ചി, 2 തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. തക്കാളി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഈ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചവൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും അതേപോലെ തന്നെ ആ കുടംപുളി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരടപ്പ് കൊണ്ട് ഇത് മൂടി വയ്ക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അധികം ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈത്തുണി ഉണ്ടാവില്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു സമയത്ത് ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. മീനിന് അധികം വേവൊന്നുമില്ല. അതാ ഇപ്പോൾ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമ്മിയത് കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെ അത്രയും കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കട്ടിക്കാണ് നമ്മളിത് പരത്തുന്നത്. എന്നിട്ട് ഇതെല്ലാം തന്നെ ഒരു ദോശത്തവയിലിട്ട് ചുട്ടെടുക്കുക. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. കാരണം ഇത് കുറച്ച് തടിച്ചാണ് നമ്മളിത് പരത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് ടൈം എടുക്കും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നല്ല ക്ഷമയോടുകൂടി നിന്ന് ചുടുക. വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പീര ഇട്ട ഒരു പൂരിയും കൂടി നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് അതിലും. ഈ പരത്തി ചുടുന്നതിന് പകരം എണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മീൻ കറിയും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.